നമ്മൾ വീട്ടിൽ നിന്ന് കേട്ടോ വീഡിയോസ് എടുക്കണേ. അമ്പലത്തിൽ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് കോടതി വിധിയാണല്ലോ. അപ്പോൾ അത് കാരണം എന്ത് വീഡിയോസ് ഇടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ ഇടേണ്ടതെന്നൊന്നും അറിയില്ല. നമ്മൾ പുറത്ത് കൂടെ അങ്ങനെ കുറേ നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വീഡിയോസൊക്കെ എടുത്തിടാം. നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാർ എന്തിടാനാ? പിന്നെ എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകണമെങ്കിലോ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിലോ ഏട്ടൻ്റെ സഹായം ഇല്ലാതെ പറ്റില്ല. നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാനും പുറത്ത് കൂടെയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ചാനലങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാനെന്താ വിചാരിച്ചെന്നറിയോ, ഈ ചാനൽ തുടങ്ങാൻ കാരണം തന്നെ നമ്മൾ അമ്പലത്തിലെ വീഡിയോസ് ഇടാം, ശിവയിലിടാം. അതേപോലെ നമ്മൾ എപ്പോഴാണോ അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് കരുതിയിട്ടാട്ടോ ചാനൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ യൂട്യൂബ് കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അറിയാൻ പറ്റും. യൂട്യൂബ് ഒരു ജോലിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അമ്പലം വീട് ഇത് മാത്രമായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ അതും നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ പുറത്ത് പോയിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും നടക്കില്ല. ഏട്ടനെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനിക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാനും വീഡിയോസ് എടുക്കാനായാലും എന്ത് കാര്യത്തിനും എനിക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അങ്ങ് നിർത്താന്നുള്ള ഒരു പ്ലാനായിരുന്നു. പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യണം. പിന്നെ പാചകം ഇട്ടാലോ വിചാരിച്ചിട്ടോ. പാചകം ഇടാ വെച്ചാൽ എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ എന്താണോ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അത് നടക്കില്ല. പിന്നെ എല്ലാവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടു കേട്ടോ. നമ്മൾ ഗുരുവായൂർ കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യണ്ടല്ലോ, അവരുടെയൊക്കെ വീഡിയോസ് കണ്ടു. പക്ഷെ അവരൊന്നും ചെയ്യണ പോലെ എനിക്ക് പറ്റില്ല കേട്ടോ. സത്യം പറയാലോ, ഓരോരുത്തർ വീഡിയോസ് ചെയ്യേണ്ടത് നല്ല അമ്പലത്തിനെ കുറിച്ച് പറയണതും അതൊക്കെ കോപ്പി അടിച്ചിടാന്നുണ്ടെങ്കിൽ നടക്കില്ല. കാരണം ഞാൻ പറയണത് മൊത്തം പൊട്ട തെറ്റായിരിക്കും. അത് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേടിയുള്ള കാര്യം കേട്ടോ. പിന്നെ എങ്ങനെ വിചാരിച്ചു ഇനി പിന്നെ എന്ത് ചെയ്യാന്നങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ എന്താണോ ചെയ്യണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം. അതിൻ്റെ കൂടെ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാന്നുള്ള നിലയ്ക്കാട്ടാണ് വീഡിയോസ് എടുക്കണം. അങ്ങനെ ആലോചിച്ച് എന്തായാലും രാത്രി ഫുള്ള് ഇരുന്ന് ആലോചിച്ചിട്ടോ. രാത്രിയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല. ഞാൻ രാവിലെ ഇങ്ങനെ വീഡിയോസ് എടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു. പക്ഷെ അത് എങ്ങനെ എടുക്കണം എന്ന് അറിയില്ല. പിന്നെ അപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ടാ അപ്പം അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഓരോ മുട്ടത്തരങ്ങളും വീട്ടിൽ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ ഒരു റൂമും ഒരു ഹാളും ചെറിയൊരു വീടാട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ലോകം. പിന്നെ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ പോരാ. ഏതെങ്കിലും ഒരു നേരത്ത് പോയിട്ട് കണ്ണനെ തൊഴുത് വരും. എപ്പോഴെങ്കിലും ഒരു നേരത്ത് പോയിട്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ചുറ്റുവട്ടമായിരിക്കും കേട്ടോ അധികം വീഡിയോസിലുണ്ടാവുക. ഇനിയിപ്പോൾ അധികം ഇങ്ങനെ വീട്ടിൽ നിന്നുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ ഇനി അധികം വരിക. അല്ലാതെ രക്ഷയില്ല. ഞാൻ അവിടെ അമ്പലത്തിൽ നിന്ന് വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇവിടെ തൊട്ടടുത്തൊക്കെ കുറേ അമ്പലങ്ങളുണ്ട്. അതായത് ചാമുണ്ടേശ്വരി, പാർത്ഥസാരഥി അമ്പലം, അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഓരോ ദിവസം ഓരോ വീഡിയോസ് എടുത്തിടാമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ആ കോടതി വിധി വന്നിട്ട് കുറേ മാസങ്ങളായില്ലേ. ഇപ്പോൾ അമ്പലത്തിൽ വീഡിയോസ് നിർത്തിയിട്ട് തന്നെ ഒരുപാട് മാസങ്ങളായി. അതിന് ശേഷം എനിക്ക് അധികം വീഡിയോസ് ഇടാനേ പറ്റിയിട്ടില്ല. പറയുമ്പോൾ 1-2 വീഡിയോസ് കിട്ടി. അതന്നെ എന്തോ ഭാഗ്യം പോലെ കിട്ടണ വീഡിയോസ് ആട്ടോ. പിന്നെ ഇപ്പോൾ സ്റ്റേജിൻ്റെ അവിടെ പോയി എടുക്കൽ പറഞ്ഞാൽ അതും എന്നും നടക്കില്ല, എപ്പോഴും നടക്കണ കാര്യമൊന്നുമല്ല. കാരണം നമ്മളൊരാളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അവരുടെ സൗകര്യം കൂടി നോക്കണ്ടേ. പിന്നെ ഇപ്പോൾ ജോലി കളഞ്ഞിട്ടിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കലൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ രക്ഷയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി അധികം വീഡിയോസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീട്ടിൽ. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസാണ് എടുക്കണമെന്നുണ്ടെങ്കിലും അമ്പലത്തിലെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അറിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. അധിക സമയം ഇപ്പോൾ ഏട്ടന് ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ അമ്പലത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അമ്പലത്തിൽ ആ ഒരു ചുറ്റുപാടിൽ തന്നെ ആയിരിക്കും ഏത് സമയം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ നേരിട്ട് അറിയണ കാര്യങ്ങൾ, നമ്മൾ അമ്പലത്തിൽ പോയി അറിഞ്ഞ കാര്യങ്ങൾ നേരിട്ട് എന്തൊക്കെയാണ് കണ്ടെന്ന് അതൊക്കെ ആയിരിക്കും കേട്ടോ അധികം പറയുണ്ടാവുക. രാവിലെ ഇങ്ങനെ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പാചകം അടിച്ചിരിക്കണതിൻ്റെ ഇടയിൽ വീട്ടിലൊന്നും ചെയ്തില്ല കേട്ടോ. ഈ കുറേ നേരമായി രാവിലെ തുടങ്ങിയതാണ് ഈ വീഡിയോ എടുക്കുക. എനിക്കാണ് ഇങ്ങനെ വീഡിയോ എടുത്തുള്ള ശീലമില്ല. ഇപ്പോൾ അതെന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയോ, ഞാൻ അടുക്കളയിലേക്ക് കാണിച്ചു തരാട്ടോ. കണ്ടോ, പയർ നുറുക്കിക്കൊണ്ടിരിക്കുക. ഉപ്പേരിക്കുള്ള പയർ നുറുക്കാൻ വേണ്ടി കുടന്ന് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടോ. ഇതുവരെ അത് നുറുക്കലോ ഒന്നും നടന്നിട്ടില്ല.
ഓരോ വിശേഷങ്ങൾ പറയണതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ചെയ്യട്ടെ കേട്ടോ. എല്ലാ കാര്യവും ഒരുമിച്ച് നടക്കില്ലെന്നോ. നമുക്കിവിടെ അമ്പലത്തിനടുത്തായിട്ട് തൊട്ടടുത്തൊക്കെ ആയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഓരോ ദിവസവും ഓരോ ക്ഷേത്രത്തിൽ പോയിട്ട് വീഡിയോസ് എടുക്കാമെന്നൊക്കെ കരുതിയേ. പക്ഷേ എനിക്കാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാനിരിക്കാനൊക്കെ വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ പറ്റും. എനിക്കിപ്പോൾ അത് പറ്റില്ല. നമുക്കിപ്പോൾ ഒരാളുടെ ആശ്രയം ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അറിയാലോ, എന്നെ അറിയണവർക്കൊക്കെ അത് ഒരുവിധം എന്നെ അറിയണവർക്കൊക്കെ അറിയാം എൻ്റെ ഒരു കാല് കട്ട് ചെയ്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കൊരു കാര്യം നടക്കില്ല കേട്ടോ. ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല. ഒരാളുടെ ആശ്രയം തന്നെ വേണം. പിന്നെ ഉച്ചപൂജ അലങ്കാരം ഇടാം കേട്ടോ, ഷോർട്സായിട്ട്. അതെല്ലാ ദിവസവും അറിയാൻ പറ്റും. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഏട്ടൻ അധികം അമ്പലത്തിന് തൊട്ടടുത്താണ് ഏട്ടൻ ജോലി. അതുകൊണ്ട് അവിടെ പോയി അന്വേഷിച്ച് പറയാൻ പറ്റും കേട്ടോ. നേരിട്ട് തൊഴുത് കണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരാളുടെ പിടുത്തം വേണം, അല്ലെങ്കിൽ ഞാൻ വീഴും. എന്തായാലും ഞാൻ ഈ ചാനൽ നിർത്താൻ തീരുമാനിച്ചില്ല കേട്ടോ. ചാനലിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ടിട്ടായാലും ഞാനത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കേട്ടോ തീരുമാനിച്ചിരിക്കണേ. കാരണം എനിക്ക് ഏതെങ്കിലും കാലത്ത് നന്നായിട്ട് ഉപകാരപ്പെടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ശരി കേട്ടോ. ഇനി ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒന്നരാടൊക്കെ ആയിട്ട് വരും കേട്ടോ. ഈ വീഡിയോ